didn't even get to cross. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കാണുമ്പോൾ നല്ലൊരു ബിയർ ആക്കടെ വെച്ച് ഗെയിം പ്ലേ ആണ്. നേരെ വീക്കിലൊക്കെ തന്നെ വെച്ച് പിടിച്ച് നമുക്ക് വെറ്റർ കിട്ടി ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ടീമേറ്റ് വിളിച്ചു വന്നേടാ എനിമി നേരെ അങ്ങോട്ട് വിടുകയാണ് ഗൈസ്. പിന്നെ ഇവിടുന്ന് വെച്ചാൽ നമുക്ക് തോമസിനൊക്കെ കിട്ടി ഗൈസ്. തോമസിന് കാരണം നമുക്ക് മിഡ് റേഞ്ച് അത്യാവശ്യം സെറ്റ് ആക്കണം. കാരണം വെക്ടർ മാത്രമാണെങ്കിൽ ഷോർട്ട് റേഞ്ച് മാത്രമേ നടക്കൂ. ഡബിൾ വെക്ടർ ആക്കി ഇട്ടാലും അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ ഇവിടെ നമുക്ക് ബാഗൊക്കെ കിട്ടി. അത്യാവശ്യം ലൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ വലിയ ലൂട്ട് അത്യാവശ്യത്തിന് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ഇല്ല. കാരണം നമുക്ക് ലോങ് റേഞ്ച് ഗണ്ണൊന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. ഒരു എനിമി വരുവാണെങ്കിൽ അടിക്കാനുള്ള ലൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വലുതായിട്ട് എനിമി ഒന്നും കാണുന്നില്ല. എന്നാൽ ടീമേറ്റ് വിളിച്ചു വന്ന എനിമി അവൻ്റെ അടുത്ത് വന്നപ്പോൾ വേണ്ട എനിമി ഒന്നുമില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇവിടുന്ന് M40 കിട്ടി, വെസ്റ്റൊക്കെ കിട്ടി ഗൈസ്. ഇവിടുന്ന് ഹെൽമെറ്റൊക്കെ XM80 ഒക്കെ കിടക്കുന്നു. പക്ഷേ M40 ഉള്ള XM80 എടുത്തില്ല ഗൈസ്. കാരണം XM80ക്ക് ഹെഡ് ഷൂട്ടും ബോഡിയും സെയിം ആണ്. പക്ഷേ ഇപ്പോൾ XM80യുടെ സ്കിന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. XM80ക്ക് വീണ്ടും പവറൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ XM80യുടെ സ്കിന്നിൻ്റെ ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടീമേറ്റ് MB40 മാർക്ക് ചെയ്ത് ഗൈസ് ഉണ്ടോ. പിന്നെ അതിൻ്റെ സെറ്റിങ്സിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇങ്ങനെ തൊടുമ്പോൾ അങ്ങ് ടച്ച് ചില സമയത്ത് അങ്ങ് നിന്ന് പോകും, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങ് എനിമയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ 2 ദിവസം അപ്ലോഡ് ചെയ്ത് വീഡിയോയ്ക്കൊന്നും ഒട്ടും വ്യൂസും സപ്പോർട്ടും ഒന്നും കിട്ടില്ല ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഗൈസ്. പക്ഷേ ലെവൽ 3 ബാഗാണെങ്കിൽ എന്നെ അവിടെ മാടി വിളിക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ മണ്ട കയറണമെങ്കിൽ കാറും വേണം. അങ്ങനെ ഇരുന്നപ്പോൾ 1000 രൂപ ഇരിക്കുന്ന വല്ല വാങ്ങി ഗൈസ്. എന്തോ റിവൈവ് അടിച്ചോ അല്ല, ബാഗും വെസ്റ്റും ഹെൽമെറ്റും വാങ്ങി ഗൈസ്. എന്തോട്ട് സാധനം കണ്ട് ഇവിടുന്ന് ലൂട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിമിയൊന്നും കണ്ടിട്ടില്ല ഗൈസ്. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഈ മാച്ച് വലുതായിട്ട് കില്ലെടുക്കുന്നതെന്ന് തോന്നിയാ ഗൈസ്. വേറെ ബോയ് അടിക്കുന്നൊരു മാച്ചുണ്ട്, പക്ഷേ അതിൽ ഒട്ടും കില്ലെടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്ത് ഗൈസ്. ഇവിടെ നമുക്ക് വേറെ MB40 ഒക്കെ കിടപ്പുണ്ട് ഗൈസ്. അത്യാവശ്യം നമ്മളെ നോക്കാനുണ്ട്. അത്യാവശ്യം ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എനിമിയൊന്നും ഇവിടെ അങ്ങ് വലിയ പരിസരത്തെ എനിമിയില്ല. പെട്ടെന്ന് കൊണ്ട് എനിമിയുടെ ഒരു സൗണ്ട് നേരെ അങ്ങോട്ട് ചാടിച്ച് നോക്കി പോകേണ്ട അടുത്ത് അവനെ നമ്മൾ ഫുൾ ഡാമേജ് കൊടുത്ത് അവനെ നോക്കിയിട്ട് ഗൈസ്. അവനെ നോക്കിയിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ആരോ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ എനിമി ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വലുതായിട്ട് ലൂട്ടടിക്കാൻ നിന്നില്ല. ഒന്ന് കറങ്ങിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് ലൂട്ടിയിട്ട് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും സൗണ്ട് ഗൈസ്. ഇവിടെ നല്ല സൗണ്ടുണ്ട്. എനിക്കൊന്ന് ഇതിൻ്റെ മണ്ടയിലായിരുന്നു. എന്തായാലും നല്ല സൗണ്ടുണ്ട് ഗൈസ്. വീണ്ടും കൊണ്ട് അവിടെ എനിമിയെ അടിക്കുന്ന ഗൈസ്. അതുകൊണ്ട് അവൻ്റെയും തല ഏതാ ഹെഡ്ഷൂട്ട് അവിടെ തല പൊട്ടിപ്പോയി. അവൻ്റെയും തല അടിച്ചിട്ട് നമ്മുടെ ടീമേറ്റ് നോക്കുക ഗൈസ്. അവനെ റിവൈവ് ചെയ്ത് ഇവൻ്റെ ടീമേറ്റ് വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ അണിയാണി നിൽക്കുന്നത്. നേരത്തെ കൊന്നവൻ്റെ അതേ ഡ്രസ്സല്ലേ. അവൻ വല്ല റിവൈവ് ആയപ്പോൾ തന്നെ വന്നതാണ്. എന്തുവാ നമുക്ക് ആ കില്ല് കിട്ടി ഗൈസ്. ഇവനിപ്പോൾ റിവൈവ് ആയി വന്നത് കാരണം 2 XM80 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ ലോഡ് ബോക്സിൽ എല്ലാം വാരി. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നോക്കിയാണ്. പക്ഷേ ഇവിടെ വലുതായിട്ടൊന്നും എനിമിയെ കാണുന്നില്ല ഗൈസ്. പിന്നെ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഗൈസ്. പ്ലീസ് ഗൈസ്. എന്തുവാണ് ഇവിടുന്ന് നമ്മൾ വായി നോക്കി പോയപ്പോഴാണ് ഗൈസ് ഇവിടെ അങ്ങ് വലുതായിട്ടൊന്നും എനിമിയെ കണ്ടില്ല. പിന്നെ മൈക്ക് ഓഫ് ചെയ്താണ് വെക്കുന്നത്. സ്പീക്കർ ഞാൻ പിന്നെ ഓഫ് ചെയ്യത്തില്ല. ചില സമയത്ത് എനിമിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഓഫ് ചെയ്തിടും. കാരണം ഓടുന്ന സൗണ്ട് നമുക്ക് നല്ല കേൾക്കാം. പിന്നെ ഇവിടെ വെച്ച് നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ വെന്റിമേഷനിൽ നിന്ന് ചിപ്പും സ്കോപ്പൊക്കെ വാങ്ങി ഗൈസ്. പക്ഷേ ഇവിടെ എനിമിയുടെ ഒരു ഇതുപോലെ ഉണ്ട് ഗൈസ്. ക്യാൻസൽ വന്നില്ല. അത് ഈ മൈക്കടന്ന് പറഞ്ഞതിൻ്റെ സോറി ഗൈസ്. അത് പോട്ടെ, നമുക്ക് ഇനി വീഡിയോയിലൊക്കെ കിടക്കാം ഗൈസ്. വീക്കിൽ ഇറങ്ങിയിട്ടൊന്നും വലുതായിട്ടൊന്നും എനിമിയെ കണ്ടില്ല ഗൈസ്. നമുക്ക് 2 ഇല്ലാണ്ട് കിട്ടിയുള്ളൂ. പക്ഷേ നല്ല കില്ല് കിട്ടുന്ന മാച്ചുണ്ട് ഗൈസ്. അതിലൊന്നും പോയി അടിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഇവിടെ അത് നെറ്റ് പോയതുപോലെ ഇരിക്കുന്നു. നമ്മുടെ ടീമേറ്റെ മാർക്ക് ചെയ്ത് തന്നു. അവൻ്റെ ഏതോ ഒരു ഭയത്തിന് പുള്ളിക്കാരൻ കില്ലെടുത്തില്ല. ഇവിടെ ഒന്നും വലുതായിട്ടൊന്നും എനിമിയെ കാണുന്നില്ല ഗൈസ്. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. കാരണം വണ്ടാ പിടിക്കുന്നൊക്കെ പ്ലേയേഴ്സ് ഉണ്ട് നല്ല രീതി. ഞാനും വണ്ടാ പിടിക്കും, പക്ഷേ ഞാൻ വുഡ്പെക്കറൊന്നും അങ്ങനെ എടുക്കാറില്ല. കാരണം നമുക്ക് വണ്ടാ പിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും ഇവന്മാർ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. വുഡ്പെക്കറൊക്കെ എടുത്താലും അത്യാവശ്യം ലൈഫ് പറയാം. കാരണം ഇപ്പോൾ 270 സംതിങ് HP വരത്തില്ലേ മറ്റേ ക്യാരക്ടറെല്ലാം വെച്ച്. അതേപോലെ അങ്ങനെ വരുന്നതായിരിക്കും ഗൈസ്. കാരണം ഞാൻ എത്ര പ്രാവശ്യം വണ്ടാ പിടിക്കുന്നറിയാം. പക്ഷേ നമ്മുടെ ടീമേറ്റ് വെച്ച് കൊണ്ടുപോകും. ഞാൻ ഒരു വണ്ടാ പിടിക്കുമ്പോൾ 208ഒക്കെയാണ് കയറുന്നത് വുഡ്പെക്കറിന് ഹെൽമെറ്റ് ലെവൽ 3 ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ. പക്ഷേ അപ്പോഴാണെങ്കിൽ
ടീമേറ്റ് 2 അടിക്കൊക്കെ ഓശി കൊണ്ടുപോകും ഗൈസ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ വൺ ടാപ്പ് അടിക്കാൻ ഗണ്ണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ആ ഓസിലാ മെയിൻ കാരണം നമുക്ക് കില്ല് കിട്ടുന്നതിനനുസരിച്ച് പ്ലസ് കിട്ടും ഗൈസ്. ഞാൻ പിന്നെ ഈ കളി ഗൈസ് പിന്നെ നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമ്മളെല്ലാ വീഡിയോയിലും ഓരോ കമൻറ്റ് ചെയ്യാൻ പറയത്തില്ലേ. ഇന്ന് കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാണ് കളിക്കുന്നത് അത് ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ. അപ്പോൾ അത് വേണ്ട. പിന്നെന്തോ ചെയ്യും, നിങ്ങൾ കില്ലെടുത്താണോ ഗൈസ് കളിക്കുന്നത് അതോ സർവൈവ് ചെയ്താൽ കളിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഒന്നറിയാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്താണോ സർവൈവ് ചെയ്താണോ കളിക്കുന്നതെന്ന് നോക്കാനില്ല. ഇവിടെ വെച്ച് ഞാൻ ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ എന്തോ സാധനത്തിൽ പിടിച്ച് നിൽക്കുക. പിന്നെ അതുകൊണ്ട് അവൻ നോക്കായി കിടക്കുക. വീണ്ടും അത് റിവൈവ് ചെയ്ത് പിന്നെ എന്തോ വാങ്ങുന്നതെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഒന്നും വാങ്ങുന്നോ ഇല്ല. ഇവിടെ ബാക്ക് അടിച്ച് പോടേ. ഹോമറോ ആ സാധനത്തിന് വയസ്സ് മറ്റേ ഡ്രോൺ ക്യാരക്ടർ ഇല്ലേ, അതാകുമ്പോൾ എനിമയെ കണ്ടുപിടിക്കുക ഗൈസ് നല്ലപോലെ. വീണ്ടും ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് നടക്കുകയാണ് ഗൈസ്. എവിടെ എനിമിയെന്ന് അറിയാം. നോക്കി സ്കാനറിൽ നിന്നും എനിമിയെ കാണുന്നില്ല ഗൈസ്. പീക്ക് എനിക്കൊന്നും എനിമി ഇല്ലെന്ന്. പീക്കിൽ സോണുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് പീക്കിൽ ഗൈസ്. അപ്പം എനിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനുണ്ട്. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ഒതുങ്ങി കളിച്ചില്ലെങ്കിൽ വെറുതെ എന്തെന്ന് വെച്ചാൽ പക്ഷേ ഇതുവരെ സ്കാനർ എനിമയൊന്നും കാണുന്നില്ല ഗൈസ്. ഞാൻ ഹിറ്റ് ലിസ്റ്റ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഹിറ്റ് ലിസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. ചില വെൻഡിങ് മെഷീനിലേ ഉള്ളൂ ഹിറ്റ് ലിസ്റ്റ്. ഇവിടെ ഒന്നും സ്കാനർ എനിമയൊന്നും കാണുന്നില്ല. വീണ്ടും ഇവിടെയൊക്കെ വായി നോക്കി നടപ്പോൾ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അവിടെ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഹിറ്റ് ലിസ്റ്റ് ഒന്ന് സ്കാനർ ചെയ്യുന്ന എനിമി ഗൈസ്. നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കണം ഗൈസ്. നേരെ വെച്ച് പിടിക്കണം ഗൈസ്. അവിടെ എനിക്കൊന്നും ഒരുത്തിനും ഉള്ളെന്ന് ഗൈസ്. എനിക്കൊന്ന് 1v4 1v4 സോളോ സ്കോഡ് കളിക്കാൻ പറ്റുന്നത്. ഈ ചെറുക്കൻ വൺ ടാപ്പ് അടിച്ച് ഉണ്ടോ വുഡ്പക്കറിട്ട്. അപ്പോൾ ഏതാ വൺ ടാപ്പ്? ഞാൻ ഫസ്റ്റ് തന്നെ ആ ചെറുക്കൻ മരത്തിൻ്റെ പുറകെ കവർ ചെയ്തു. പക്ഷെ നമ്മുടെ ടീമേറ്റിൽ നെറ്റ് പോയി ഗൈസ്. ആ ഒരു രീതിയിൽ ഞാൻ നിന്നു. പക്ഷെ നമ്മുടെ ടീമേറ്റ് എന്തോ ഇത് ബംഗാളിയാണെന്ന് തോന്നുന്നു ഗൈസ്. ബംഗാളിയാണ്. ഇവനെന്തായാലും പൊക്കി വിടുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്ത് ഇടിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ എനിക്കൊരു ചില ലൈക്കിടാണല്ലോ ഇടിച്ച് നിൽക്കാമല്ലോ ഗൈസ്. ഇവിടെ ലൈക്കാണ്. പിന്നെ ലൈക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ്ട് പുള്ളിക്കാർ റിവൈവ് ചെയ്തു. എൻ്റെ കൊണ്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ഇറങ്ങിയിടത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇറങ്ങിയിട്ട് തന്നെ ഇറങ്ങിയ ശേഷം അപ്പം നമ്മൾ ടീമേറ്റിൻ്റെ എല്ലാം നെറ്റ് വന്നു ഗൈസ്. ഇവിടെ വേറെ എനിമിയെ കാണുന്നില്ല ഗൈസ് നോക്കിയിട്ട്. നമ്മളെ ടീമേറ്റും വടിയായി. എന്താണെന്നറിയത്തില്ല, എന്തെങ്കിലും വടിയായിട്ടുണ്ട്. അവൻ്റെ നെറ്റ് പോയേക്കുമായിരുന്നു ഗൈസ്. ഇവിടുന്ന് അവൻ വലുതായിട്ടൊന്നും ലൂട്ടെടുത്തില്ല. ബാഗെല്ലാം എടുത്തു ഗൈസ്. ബാഗും ഗണ്ണുമൊക്കെ എടുത്തു. പക്ഷേ വേറെ ഒന്നും എടുത്തില്ല ഗൈസ്. അതുകൊണ്ടേ എല്ലാം മെഡിക്കറ്റും എല്ലാം M40 എല്ലാം പുള്ളിക്കാരൻ അത് തന്നെ ആയിരിക്കും. അവൻ്റെ ഗണ്ണെല്ലാം സെറ്റായിട്ട് വന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ എനിമിയെ നോക്കി കിടക്കുകയാണ്. പക്ഷേ അവനിവിടെ ഒന്നും കാണുന്നില്ല. നമ്മുടെ ടീമേറ്റ് ഒന്നും ഇവിടെ ഇല്ല. വീണ്ടും ഞാൻ ഇങ്ങനെ വായി നോക്കി നടക്കും. ഇതുവരെ ഈ ചാനൽ കണ്ടൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ഇവിടെ വെച്ച് എനിക്ക് ക്ലൂ ഇടാനൊക്കെ ഉണ്ട്. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. കളിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ ഏതാണ്ട് ഈ ടീമേറ്റിനെ റിവൈവ് ചെയ്യണമെന്നുള്ള കാര്യം എല്ലാം ഞാൻ പറഞ്ഞു വെച്ചാൽ അവനെ തപ്പി പോവുകയാണ് ഗൈസ്. നമ്മളെ നേരത്തെ വൺ ടാപ്പ് അടിച്ചിട്ടവൻ. അപ്പോഴാണ് കൊണ്ടത് അവിടെ ഒരു ലോഞ്ചർ പുറകെ നടിയുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചാൽ പീക്കിൻ്റെ മണ്ടേ കയറിയിരിക്കാൻ ലോഞ്ചർ ഇട്ടെന്ന്. എനിക്കൊന്നും അവിടെ എനിമി ഉണ്ടെന്ന്. ഞാൻ ഫസ്റ്റ് ആ ലാൻഡ് മൈൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. കാരണം ലാൻഡ് മൈൻ ഉണ്ടെങ്കിൽ അറിയാമല്ലോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇപ്പുറത്ത് തന്നെ ഞാൻ വിചാരിച്ച് അവൻ എന്നെ അടിക്കുന്നു. പക്ഷെ അവൻ എന്നെ അടിച്ചില്ല. അവൻ്റെ കുത്തിപ്പിടിച്ച് അവനെ കൊന്നു ഗൈസ്. എനിക്കൊന്ന് നേരത്തെ കില്ലടിച്ച പ്ലെയർ അല്ല ഗൈസ്. നേരത്തെ കില്ലടിച്ച പ്ലെയർ അല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഇവൻ്റെ ലൂട്ട് കുറച്ച് വാരി കൊണ്ടുവന്നപ്പോഴാണ് സ്കാൻഡറി ജാതി എനിമി. ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു ഗൈസ്. ഇവിടെ എന്നാൽ ശരിയാകത്തില്ല എന്നുള്ള രീതി നേരെ ഇവിടെ വിട്ടു ഗൈസ്. ഇവിടെ ഒന്നും എനിമിയൊന്നും ഇല്ല ഗൈസ് കണ്ടിട്ട്. ഈ മാച്ച് എനിക്ക് ബോറടിക്കുന്നു എന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. കാരണം ഇത് വലുതായിട്ടൊന്നും കില്ലെടുക്കുന്നില്ല. എനിക്ക് ഡ്രിം ചെയ്ത് കളയാനുണ്ട്. പക്ഷേ ഡ്രിം ചെയ്ത ഒട്ടും ലെങ്ത് ഇല്ല ഗൈസ്. ആകെ 10 മിനിറ്റുള്ളൊരു വീഡിയോ ആയി. ഇവിടുന്ന് കണ്ട് ഞാൻ ചാവുമെന്ന് തോന്നി ഗൈസ്. അത് നിങ്ങളെ കണ്ടുകൊണ്ട് വീണ്ടും ഇവിടെ വായി നോക്കിയാണെന്ന് വെച്ചാൽ നമ്മൾ ടീമേറ്റ് ഉണ്ടോ ചിലവന്മാരുണ്ട് ഗൈസ്. ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചില്ല. ഒരു എനിമി ആയിരുന്നു കാർ ഓടിച്ചു ഗൈസ്. പെട്ടെന്ന് നമ്മുടെ ബാക്കിൽ നിന്ന് എനിമി ഗൈസ്. ഞാനപ്പോൾ അവനെ അടിക്കാനുള്ള രീതിയിൽ പോവുകയാണ് ഗൈസ്. അവൻ വലിയ പ്ലെയർ ഒന്നുമില്ല ഗൈസ്. എന്തായാലും നമ്മൾ നേരത്തെ കൊന്നവനെ നമുക്ക് കൊല്ലുന്നുണ്ട്. എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് റഷ് ചെയ്ത് തന്നെ കയറി ചെല്ലുകയാണ് ഗൈസ്. പെട്ടെന്ന് അവിടെ കാറുകാർ ഇടിച്ചിട്ടോ നോക്കാണ്ടാണ്ട് ഇവന്മാരിപ്പോൾ കാറിൽ നോക്കി 2 അടി ഇടിച്ച് നോക്കിയത്. അവന്മാർ ടീമായിട്ടുമായിരുന്നു. ഉണ്ടോ ഇടിച്ച് നോക്കിടുന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ്. ഞാൻ ഗ്ലൂ ആയിട്ട് ആ സൈഡിൽ നിന്നത് അവന്മാർ ഇടിക്കുകയാണെങ്കിൽ നേരെ ഇടിക്കത്തുള്ള രീതി. പക്ഷേ ഇവിടെ നമ്മുടെ ടീമേറ്റ് എന്നെ റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ടീമേറ്റ് ഇവിടെ വെച്ചുകൊണ്ട് ഈ ടീമേറ്റിൻ്റെ കളി കാണിക്കണോ ഇനി തൊട്ട് ഞാൻ കാണിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മുടെ ടീമേറ്റ് അവന് നല്ല രീതിയിൽ കുത്തിപ്പിടിച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട്. അവൻ പൊട്ടനുണ്ട്.
ഇവർ രക്ഷപ്പെട്ടു. കാരണം അവൻ ചാടി വരുമ്പോൾ MP40 തലക്കടിക്കുന്നുള്ളൂ. എന്നെ റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എവിടുന്ന് എൻ്റെ ടീമേറ്റിനെ റിവൈവ് ചെയ്തിട്ട് അവനാണെങ്കിൽ ഇറങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ബൈ ബൈ ഗായ്സ്.